രാജി ആവശ്യം പാർട്ടി തള്ളിയെങ്കിലും രാഹുലിന് മുന്നിൽ പല ചോദ്യങ്ങളുണ്ട്. നിയമസഭയിലെത്തിയാൽ പാർട്ടി ലേബൽ ഇല്ലാതെ ഇരിക്കണം. പാലക്കാട് എത്തിയാൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും മണ്ഡലത്തിൽ തന്നെ കാലുകുത്താൻ അനുവദിക്കില്ലെന്നുമാണ് BJPയും DYFIയും നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സസ്പെൻഷൻ കാലയളവ് രാഹുലിന് കടുപ്പമാകും. നിയമസഭയിലെത്തിയാൽ നേരിടുമെന്ന് MV ഗോവിന്ദനടക്കം പറഞ്ഞിട്ടുള്ളതാണ്. പ്രതികരണം കേൾക്കാം. രാഹുൽ മാക്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിൽ ഒരു നിലപാടെടുത്ത് പോയാൽ അത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഓരോന്നിൻ്റെയും ബന്ധപ്പെട്ട ജീർണത എത്രത്തോളമാണ് പോകുന്നത് എന്നുള്ള ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്, അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ്. ഞങ്ങൾക്ക് എന്താ ഭയം? രാഹുൽ രാജി തന്നെ വെക്കണം എന്നുള്ളതാണ്. ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് CPI. TV പ്രസാദ് നൽകും വിശദ വിവരങ്ങൾ. പ്രസാദ്, പാർട്ടിയാണ് എല്ലാം എന്ന് ആവർത്തിച്ചു പറഞ്ഞുള്ള നേതാവാണ്. ഈ കഴിഞ്ഞ ദിവസം അടക്കം അത്തരത്തിലൊരു FB പോസ്റ്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകനല്ല, പാർട്ടിക്ക് പുറത്താണ്. ഇനി ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്വന്തം മണ്ഡലത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ കാലുകുത്തില്ലെന്നാണ് യുവജന സംഘടനകളടക്കം BJP അടക്കം DYFI അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മണ്ഡലത്തിലും പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനി നിയമസഭാ സമ്മേളനത്തിലാണെങ്കിൽ പോയാൽ തന്നെ അതിൽ കോൺഗ്രസിന്റെ പേരിലായിരിക്കില്ല ഇരിക്കേണ്ടി വരിക, അതും പുറത്താണ്. രാഹുൽ അതിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ എന്നുള്ളതിൽ തന്നെ നമുക്ക് ഒരു വ്യക്തതയുമില്ല. പോവാനുള്ള സാധ്യത കുറവാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ എന്തായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കം? അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? റോഷ്നി, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പോലും MLA സ്ഥാനം നഷ്ടപ്പെട്ടതുപോലെയാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 15 നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അവിടെ ഇനിയിപ്പോൾ UDF MLA-മാരുടെ ഒന്നിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ഈ നിയമസഭാ സമ്മേളനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അവധി അപേക്ഷ നൽകിക്കൊണ്ട് മാറി നിൽക്കുക എന്ന രീതിയായിരിക്കും അവലംബിക്കുക. മാത്രമല്ല, മണ്ഡലത്തിലേക്ക് പോയാലാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ പിന്തുണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ പോകുന്നില്ല. കാരണം നടപടി എടുത്ത സ്ഥിതിക്ക്, പ്രാഥമിക അംഗത്വം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇവരുടെ പിന്തുണയില്ലാതെ വേണം ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പ്രവർത്തിക്കാൻ. സർവോപരി മറ്റൊരു തലത്തിൽ കൂടി നമുക്ക് നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യും കാലും കെട്ടി വെള്ളത്തിലേക്കിട്ട് നീന്തിക്കോ എന്ന് പറയുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം നിലയ്ക്കല്ല സംസ്ഥാന അധ്യക്ഷന്റെ പദവി അത് രാജിവെച്ചത്. അത് AICCയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നീക്കമുണ്ടായത്. ഇതിപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് സ്വന്തം നിലയ്ക്ക് ഈ നാണക്കേട് വരുന്നതിന് മുമ്പ് രാജിവെച്ച് പോവുക എന്നുള്ളതാണ്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത്രമാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ. ഉറപ്പായിട്ടും ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത 1% പോലുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തിനാണ് പാർട്ടിയെ ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ CPIM-ന്റെയും DYFI-യുടെയും BJP-യുടെയും ഒക്കെ രാഷ്ട്രീയ പ്രതിരോധം അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉണ്ടാകും എന്ന കാര്യം വസ്തുതയാണ്. കാരണം അവരെ സംബന്ധിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം ഈ കാലയളവിലൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും പ്രസംഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്ന കോൺഗ്രസിനുള്ള കനത്ത തിരിച്ചടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ചെയ്തികൾ ഉണ്ടാക്കിയത്. എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത MLA എന്ന നിലയിൽ രാജിവെച്ചതിന് സമം തന്നെയാണ് ഇനിയുള്ള നാളുകൾ. റോഷ്നി, തീർച്ചയായും മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത ജനപ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുകയാണ്.